മഴ തോരും മുന്നേ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജ സത്യങ്ങൾ മൊത്തം തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ അത് വിശ്വസിക്കാനാവാതെ വൈജ അലീനയുടെ അടുത്തെത്തുന്ന ഒരു അടിപൊളി എപ്പിസോഡാണെന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ വൈജ ആഗ്രഹിച്ച പോലെ വൈജ തന്നെ അലീനെ അടിച്ച് പുറത്താക്കുന്നുണ്ട്. അലീനെ പുറത്താക്കിയ വിവരം അറിഞ്ഞുകൊണ്ട് മാമച്ചനും ഗ്രേസാമി രേവതിക്കുട്ടിയും ഇവര് മൂന്നുപേരും വന്നുകൊണ്ട് അലീനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. പോകാൻ നേരം രേവതിക്കുട്ടി വൈദ്യരുടെ അടുത്ത് 4 വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ അലീന എന്നൊരു ശല്യം പോയ സന്തോഷത്തിലാണ് വൈദ്യ ഉള്ളത്. നാശം പിടിച്ചവൾ അങ്ങനെ പോയി കിട്ടി. ഇനി എങ്ങാനും അവൾ ഇങ്ങോട്ട് തിരിച്ചു വരട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈദ്യ അങ്ങോട്ട് കേറിപ്പോകും. അതുപോലെ തന്നെ ബാലേന്ദ്രൻ വൈദ്യയുടെ അടുത്ത് ആദ്യം ഒന്ന് പൊട്ടിത്തെറിച്ചെങ്കിലും പിന്നീട് ബാലേന്ദ്രൻ ചിന്തിക്കുന്നുണ്ട്. പാവം അലീന, അവൾ ഇവിടെ നിൽക്കാത്തത് തന്നെയാണ് നല്ലത്. വൈദ്യ എന്ന അവളുടെ അമ്മ അവൾ ഇവിടെ നിന്നു കഴിഞ്ഞാൽ അവളെ ഇനിയും കുത്തി നോവിക്കുകയുള്ളൂ. അതുകൊണ്ട് അവൾ പോയിക്കോട്ടെ എന്നെല്ലാം ബാലചന്ദ്രൻ അവിടെ തനിയെ നിന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാകും. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശി കിടക്കുന്ന റൂമിൽ നിന്നും അലീനയുടെ ഒരു ഡയറി വൈജയുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. എന്നിട്ട് വൈജ അത് തുറന്നു നോക്കുമ്പോ ആദ്യത്തെ പേജിൽ അലീന തന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും. അലീനയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണുമ്പോൾ വൈജ അവിടെ ഒന്ന് ഞെട്ടും. കാരണം 22 വർഷം മുന്നേ അഗ്രയിൽ പഠിക്കാൻ പോയതും അവിടെ വെച്ച് ശാലിയുമായിട്ട് പ്രണയത്തിലായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചതെല്ലാം ഒരു നിമിഷം അലീനയുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കാണുമ്പോൾ വൈജയുടെ മനസ്സിലേക്ക് കയറി വരികയാണ്. അങ്ങനെ പിന്നീട് വൈജ ഡയറിയിലെ ഓരോ പേജുകളായിട്ട് മറിച്ചു നോക്കും. അപ്പൊ ബ്രിജിത മമ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ അലീന വ്യക്തമായിട്ട് തന്നെ ആ ഡയറിയിൽ കുറിച്ചിട്ടുണ്ടാകും. എന്റെ ജീവിതത്തിലെ ആ ഒരു വലിയ രഹസ്യം ബ്രിജിത മമ്മി എന്നോട് തുറന്നു പറഞ്ഞു. അതുപോലെ ബ്രിജിത മമ്മി മരിച്ച കാര്യങ്ങളെല്ലാം തന്നെ അലീനയുടെ ഡയറിയിൽ ഓരോ പേജുകളായിട്ട് കുറച്ചായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ വൈജ ഓരോ പേജുകളായിട്ട് മറിച്ചു നോക്കി ഇങ്ങനെ പോവാണ്. ഒടുക്കൻ ഡയറിയിലെ പേജുകൾ ഏകദേശം പകുതിയൊക്കെ ആവുമ്പോൾ ആ ഒരു വലിയ രഹസ്യം അലീന തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ടാകും. അലീനയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഇത്രയും നാൾ കാണാൻ ആഗ്രഹിച്ച എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ എത്തി. പക്ഷേ എന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല എന്നൊക്കെയുള്ള അലീനയുടെ ഓരോ വാക്കുകൾ വായിക്കുമ്പോൾ വൈജയുടെ നെഞ്ചിങ്ങനെ പടപടാന്ന് അടിക്കാകും. ഏകദേശം ഡയറി പകുതിയൊക്കെ വായിക്കുമ്പോൾ തന്നെ വൈജയ്ക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്റെ അമ്മയെ കണ്ടുമുട്ടി. ഒരിക്കലും എന്റെ അമ്മ എന്നെ ഒരു മകളായിട്ട് കാണില്ല എന്ന് എനിക്കിപ്പോ തീർച്ചയായിട്ടും ഉറപ്പായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ ചെയ്ത ഓരോ കാര്യങ്ങളും അലീന ഒരു ഡയറിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ തന്റെ സ്വന്തം അനിയനായിട്ടുള്ള രോഹിത് തന്നോട് ചെയ്ത കൊടും ക്രൂരതകളെല്ലാം അലീന തന്റെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. ഇതെല്ലാം വായിക്കുന്ന വൈജയുടെ പൊട്ടിക്കരയാണ്. വൈജ അങ്ങനെ സത്യങ്ങളെല്ലാം അറിയുന്നുണ്ടെങ്കിലും വൈജയ്ക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാനാവുന്നില്ല. വൈജ ആകെ ഞെട്ടലോട് കൂടി നിൽക്കുമ്പോഴായിരിക്കും ബാലേന്ദ്രൻ വന്നുകൊണ്ട് ബെല്ലടിക്കുന്നത്. അപ്പോ വൈജ വേഗം പോയിട്ട് ആ ഒരു ഡയറി ഭദ്രമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം വേഗം പോയിട്ട് ബാലേന്ദ്രന് വാതിലെല്ലാം തുറന്നു കൊടുക്കും. എന്താടി വൈജയ്, നിന്റെ മുഖം എന്താ കടുന്നല് കുത്തിയ പോലെ ഇരിക്കുന്നേ? നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? നിന്റെ മീറ്റിംഗ് ഒക്കെ ഇന്ന് വേഗം കഴിഞ്ഞോ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കും. അപ്പോ വൈജ പറയുന്നുണ്ട്, ആ മീറ്റിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞു. ബാലേന്ദ്രൻ ഇന്നെന്താ ലേറ്റ് ആയത്? ഹോ അതോ, അത് ഇന്ന് ഞാനും മനു കൂടി അലീനെ കാണാനായിട്ട് പോയിരുന്നു. അവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി. എന്താ അലീനയുടെ അടുത്തോ? അതെ, എന്തേ? എനിക്കെന്താ അലീനെ കാണാൻ പറ്റില്ലേ? ഹോ, നിങ്ങൾ എന്താന്ന് വെച്ചോണ്ട് ചെയ്തു. ഞാനായിട്ട് ഇനി ഒന്നും പറയാനില്ല, കച്ചറിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ അങ്ങോട്ട് കേറിപ്പോകും. ഇത് കാണുമ്പോ ബാലേന്ദ്രന്റെ അവിടെ അത്ഭുതം തോന്നാണ്. അലീന എന്ന പേര് കേൾക്കുമ്പോ വൈജ സാധാരണ ഉറഞ്ഞു തുള്ളലാണ് പതിവുള്ളത്. എന്നാൽ ഇന്ന് കൂടുതലായിട്ടും അവളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കും. പിന്നീട് കാണിക്കുന്നത് അതിരാവിലെ തന്നെ വൈജ അലീനെ തിരക്കി മാമച്ചന്റെയും ഗ്രേസാമ്മയുടെയും വീട്ടിലേക്ക് പോവാൻ നിൽക്കാണ്. എന്തായാലും എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. അവൾ എന്റെ മകളാണോ എന്ന് എനിക്ക് അറിയുക തന്നെ വേണം. ഒരു DNA ടെസ്റ്റിലൂടെ മാത്രമേ അവൾ എന്റെ മകളാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് നടത്തണം. അതിന് ആദ്യം അവളെ ഇവിടെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. എന്നാലേ എനിക്ക് അവളുടെ മുടിയോ ബ്ലഡോ എന്തെങ്കിലും കളക്ട് ചെയ്തുകൊണ്ട് DNA ടെസ്റ്റ് നടത്താനായിട്ട് പറ്റുകയുള്ളൂ. അവളെ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ അലീനയും തിരക്കി രേവതിക്കുട്ടിയുടെ വീട്ടിലെത്തും. ബാലേന്ദ്രനോട് ബാങ്കിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈജ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ വൈജ കാറിൽ വന്ന് ഇറങ്ങുമ്പോ രേവതിക്കുട്ടി പുറത്തുണ്ടാകും. രേവതിക്കുട്ടി ആദ്യം ഒന്ന് വൈജയെ കണ്ടിട്ട് അവിടെ ഞെട്ടുന്നുണ്ട്. ഇവരെന്താ ഇവിടെ? എന്റെ ചേച്ചിയെ വീണ്ടും ദ്രോഹിക്കാനായിട്ട് വന്നതായിരിക്കും. അവിടുന്ന് ദ്രോഹിച്ചൊന്നും പോരാഞ്ഞിട്ടാണോ അവരിങ്ങോട്ട് കെട്ടിയെടുത്തത് എന്നൊക്കെ രേവതിക്കുട്ടി വൈജയെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ പറയും. രേവതിക്കുട്ടിക്കാണെങ്കിൽ വൈജയെ കണ്ണെടുത്താ കണ്ടൂടാ, അലീനയോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളൊക്കെ ഓർത്തിട്ട്. അങ്ങനെ വൈജയെ കണ്ടിട്ട് രേവതിക്കുട്ടി മൈൻഡാക്കാതെ ചെടികളൊക്കെ നനയ്ക്കും. അപ്പോ വൈജ രേവതിക്കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഒന്ന് ചുമക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി അവിടെ തിരിഞ്ഞു പോലും നോക്കാതെ ചെടികളൊക്കെ ഇങ്ങനെ നനച്ചോണ്ട് നിൽക്കും. ഹോ, ഈ നാശം പിടിച്ചവൾ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ നിക്കാണ് എന്നൊക്കെ പറഞ്ഞ് അതെ രേവതിക്കുട്ടി, ഈ അലീന എന്ന് വൈജാട് ചോദിക്കുമ്പോ രേവതിക്കുട്ടി തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ, എന്ത് വേണം? എന്താടി, നിനക്കെന്നെ അറിയില്ലേ? ഹോ, അറിയാം. അലീന ചേച്ചി നിൽക്കുന്ന വീട്ടിലെ വൈജ മാഡല്ലേ? മാഡം എന്താ ഇത് വഴി തെറ്റി വന്നതാണോ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കും. എന്താടി, നിനക്ക് വീട്ടിൽ വരുന്നവരോട് മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് അറിയില്ലേ? നിന്നെ ഇതൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ലേ? നിന്റെ അലീന ചേച്ചി ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഹോ, അപ്പൊ മാഡത്തിന് അതൊക്കെ അറിയാം. എന്റെ ചേച്ചി
എല്ലാവരോടും മര്യാദയ്ക്കാണ് പെരുമാറുന്നത് എന്ന്. ഇപ്പോഴെങ്കിലും മാഡം അതൊന്ന് സമ്മതിച്ചല്ലോ. അതേടി, നല്ലത് കണ്ടാലേ നല്ലതെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. ഞാനിപ്പോ വന്നത് അലീനെ കാണാനായിട്ടാണ്. എനിക്ക് അവളെ കാണണം. അവൾ എവിടെ? ഹോ, അപ്പൊ എന്റെ ചേച്ചിയെ വീണ്ടും ആ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണോ? അങ്ങനെയാണെങ്കിലേ അത് നടക്കില്ല. അലീന ചേച്ചിക്ക് നിങ്ങളെ കാണാൻ ഇപ്പോൾ മനസ്സില്ല. അലീന ചേച്ചി എവിടെയെന്ന് പറയാന് എനിക്കും മനസ്സില്ല. വന്ന പോലെ തന്നെ മാഡം അങ്ങോട്ട് പോവാൻ നോക്ക്. എന്റെ ചേച്ചിയുടെ ജീവിതം വീണ്ടും ഇരുട്ടിലാക്കാനല്ലേ നിങ്ങൾ വന്നത്? അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്നൊക്കെ രേവതികുട്ടി വൈജയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. ഒടുക്ക രേവതികുട്ടി അമ്പിനെ വില്ലിനെ അടുക്കില്ല എന്ന് കണ്ടപ്പോ വൈജ രേവതികുട്ടിയുടെ അടുത്ത് വന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ദേ നോക്ക് രേവതികുട്ടി, ഞാനിപ്പോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. അലീനെ കണ്ട് എനിക്ക് കുറച്ച് സത്യങ്ങൾ അറിയാനുണ്ട്. എന്ത് സത്യമാണ് നിങ്ങൾക്ക് എന്റെ ചേച്ചിയെ കുറിച്ച് അറിയേണ്ടത്? എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം. എന്റെ ചേച്ചിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കി. അപ്പൊ വൈജ പറയും, നീ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ അടുത്ത് ഷൗട്ട് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയല്ലോ. അത് ഞാൻ അന്ന് വലിയ കാര്യമാക്കി എടുത്തില്ല. ഇപ്പോൾ എനിക്ക് അതിൽ കുറച്ച് സംശയങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സംശയം അവളോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോ ഇങ്ങോട്ട് വന്നത്. എനിക്കറിയണം ഞാനും അവളും തമ്മിലുള്ള ബന്ധം. ഇത് കേട്ടതും രേവതിക്കുട്ടിക്ക് അവിടെ ആകെ ഷോക്കാവാണ്. വേണ്ട മാഡം, എന്റെ ചേച്ചിയോട് അതേ പറ്റിയൊന്നും ചോദിക്കരുത്. ഞാൻ അന്നാരും ദേഷ്യത്തിൽ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞതാണ് ചേച്ചി മാഡത്തിന്റെ മകളാണെന്ന്. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞാ ചേച്ചി എന്റെ അടുത്ത് ദേഷ്യപ്പെടും. അതുകൊണ്ട് മാഡം അതേ പറ്റി എന്റെ ചേച്ചിയുടെ അടുത്തൊന്നും ചോദിക്കരുത്. ഇല്ല, ഞാൻ അതേ പറ്റിയൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ എനിക്ക് അലീനയോട് സംസാരിക്കണം. ഞാൻ എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. അപ്പൊ രേവതികുട്ടി പറയുന്നുണ്ട്, വേണ്ട മാഡം, മാഡം ഒന്ന് തിരിച്ചു പോകണം. മാഡം എന്റെ ചേച്ചിയുടെ അടുത്ത് ഇതേ കുറിച്ചൊന്നും സംസാരിക്കണ്ട എന്നൊക്കെ രേവതികുട്ടി വൈജയുടെ അടുത്ത് ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ഗ്രേസാം അങ്ങോട്ട് വരും. ആരോടാടി മോളെ നീ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് എന്നും ചോദിച്ച് ഗ്രേസാം അങ്ങോട്ട് വരും. ഹോ, വൈജ മാഡം ആയിരുന്നോ? ഇന്ന് വലിയ താല്പര്യം ഇല്ലാത്ത പോലെ ഗ്രേസാം അങ്ങനെ പറയും. അങ്ങനെ വൈജ പറയും, ഞാൻ അലീനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഹോ, ഇനിയും ആ പടുകുഴിയിലേക്ക് കൊണ്ടുപോയി അവൾ അവിടെ ഇട്ട് ദ്രോഹിക്കാനാണോ? അല്ല, അതിനൊന്നും വേണ്ടിയല്ല ഞാൻ വന്നത്. എനിക്ക് അവളോടൊന്ന് സംസാരിച്ചാ മതി. ഞാനിപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. അലീന എന്റെ വീട്ടിലാണല്ലോ ജോലിക്ക് നിന്നത്. അതുകൊണ്ട് എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാനുണ്ട് എന്നൊക്കെ വൈജ പറയും. അപ്പൊ ഗ്രേസാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ വീട്ടിലെ വല്ല സാധനങ്ങളും മോഷണം പോയോ? അത് ചോദിക്കാൻ വേണ്ടി വന്നതാണോ അലീനയോട് ഇപ്പോ? എന്നാ നിങ്ങൾ കേട്ടോ, വെറും കൈയോട് കൂടിയാണ് ഞാൻ അവളെ ഇവിടേക്ക് കൂട്ടി കൊണ്ടുവന്നത്. എന്തായാലും അവളെ കാണാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോ വൈജയന്തി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, എന്നെ കാണാന്ന് അവള് പറയട്ടെ. ഞാൻ അവളെ കാണാൻ വന്നതാണെങ്കിൽ അവളെ കണ്ടിട്ട് എവിടെ നിന്ന് പോവുകയുള്ളൂ. ഒടുക്കം വൈജ അമ്പിനും വില്ലിനും അടുക്കില്ലെന്ന് മനസ്സിലായപ്പോ രേവതിക്കുട്ടി ഗ്രേസാമ്മയോട് പറയുന്നുണ്ട്, ആന്റി, വൈജ മാഡം എന്തായാലും ചേച്ചിയെ കയറി കണ്ടോട്ടെ. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനിയും നിങ്ങൾ എന്റെ ചേച്ചിയുടെ മനസ്സ് വേദനിപ്പിക്കാനാണ് വന്നതെങ്കിൽ ഞാനത് സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചേച്ചിയോട് സംസാരിക്കാനുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മുന്നിൽ വെച്ച് വേണം സംസാരിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചേച്ചിയെ കാണാം എന്നൊക്കെ പറയുമ്പോ വൈജ അതിന് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് വൈജ അലീനെ കാണാണ്. അയ്യോ മാഡം, മാഡം എന്താ ഇവിടെ എന്നൊക്കെ അലീന ചോദിക്കും. അപ്പോ വൈജ ഇങ്ങനെ അലീനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ് നിറ കണ്ണുകളോട് കൂടി. അലീനെ കെട്ടിപ്പിടിച്ച് വൈജയ്ക്ക് ഒന്ന് പൊട്ടിക്കരയണം എന്നൊക്കെ ഉണ്ടാകും. എന്നാൽ ഇപ്പോഴും അതിന്റെ ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് വൈജ ഇങ്ങനെ അലീനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പോ അലീന ആവട്ടെ തന്റെ അമ്മയെ കണ്ട ഒരു സന്തോഷത്തിൽ വൈജയെ തന്നെ ഇങ്ങനെ നോക്കും. അങ്ങനെ ഒടുക്കം മകളെ കണ്ട ഒരു സന്തോഷത്തിൽ വൈജ വന്ന കാര്യങ്ങൾ പോലും മറന്നു പോകുകയാണ്. തന്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം മറിച്ചു വെച്ചുകൊണ്ട് അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയുണ്ട് ഇവിടെ? നിനക്ക് സുഖമാണോ? ആ മാഡം, സുഖമാണ്. അവിടെയോ? അവിടെ എല്ലാവർക്കും സുഖല്ലേ? മുത്തശ്ശിയൊക്കെ ഇപ്പൊ ഓക്കെ ആയോ എന്നൊക്കെ അലീന ചോദിക്കാണ്. അങ്ങനെ പിന്നീട് ഗ്രേസാമ്മ വൈജയ്ക്ക് കുടിക്കാനായിട്ട് ഒരു ചായ എല്ലാം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ വൈജ പറയും, എനിക്ക് വേണ്ട. അയ്യോ മാഡം, എന്നോടുള്ള ദേഷ്യം ഇവരോട് കാണിക്കരുത്. ഇവരൊക്കെ നല്ല ആളുകളാണ്. മാഡം ആ ചായ കുടിക്കണം എന്ന് അലീന പറയുമ്പോ വൈജ അലീനയ്ക്ക് വേണ്ടി കുറച്ച് കുടിച്ചുകൊണ്ട് അവിടെ ബാക്കി വെക്കും. വൈജയുടെ ആ ഒരു പുതിയ മാറ്റൊക്കെ കാണുമ്പോ അലീന അവിടെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. വന്നപ്പോ തന്നെ അലീനയോട് സുഖാണെന്ന് ചോദിക്കുന്നു. അലീന പറഞ്ഞപ്പോ ചായയെല്ലാം എടുത്ത് കുടിക്കുന്നു. ഇതൊക്കെ കാണുമ്പോ അലീന അവിടെ ആകെ ഞെട്ടി നിൽക്കാണ്. അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറി കാണോ? എന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകാനായിരിക്കോ അമ്മ വന്നത് എന്നൊക്കെ അലീന ഇങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കും. അങ്ങനെ പിന്നീട് വൈജ വന്ന കാര്യങ്ങളെല്ലാം പറയും. വൈജ വന്നത് അലീനയെ തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് കൊണ്ടുപോവാനാണ്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, അലീന, എനിക്ക് നിന്നോട് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. ഇത് കേട്ടതും രേവതിക്കുട്ടിക്ക് അവിടെ ടെൻഷൻ ആവുന്നുണ്ട്. മുമ്പൊരിക്കൽ അറിയാതെ രേവതിക്കുട്ടിയുടെ വായിൽ നിന്നും അലീന മകളാണെന്നുള്ള ഒരു സത്യം വൈജയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അതെങ്ങാനും പറയുമോ എന്നൊരു ടെൻഷനിലാണ് രേവതിക്കുട്ടി ഉള്ളത്. അങ്ങനെ രേവതിക്കുട്ടി പറയും, ഏയ് അതൊന്നും പറ്റില്ല. ഇവിടെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ചേച്ചിയോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സംസാരിച്ചാൽ മതി. ഇനി എന്തായാലും മാറി നിന്ന് സംസാരിച്ച് എന്റെ ചേച്ചിയുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ അലീന പറയുന്നുണ്ട്, എന്താ മോളിത്? ഞാൻ മാഡത്തോടൊന്ന് സംസാരിച്ചോട്ടെ? ഒന്നുമില്ലെങ്കിൽ മാഡം അത്രയും ദൂരത്തുനിന്ന് എന്നെ കാണാനായിട്ട് വന്നതല്ലേ. മോളൊന്ന് പുറത്തേക്ക് നിൽക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന രേവതിക്കുട്ടിയെ നിർബന്ധിച്ച് പുറത്ത് നിർത്തുന്നുണ്ട്. അങ്ങനെ വൈജ അലീനോട് പറയും, നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണം. നിന്റെ വില ഇപ്പോഴാണ് ഞാൻ ഉൾപ്പെടെ അവിടെ എല്ലാവർക്കും മനസ്സിലായത്.
നീ ആ ഒരു വീട് സ്വന്തം വീട് പോലെയായിരുന്നു നോക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്നെ കൊണ്ട് അതെല്ലാം കൂടി നോക്കാൻ പറ്റുന്നില്ല. പുതിയൊരു സെർവന്റിനെ വെച്ചിട്ട് അവള് തോന്നിയ പോലെയാണ് വരുന്നത്. അമ്മയുടെ കാര്യം പോലും ഇപ്പൊ മര്യാദയ്ക്ക് നടക്കുന്നില്ല. അതുകൊണ്ട് നീ എന്റെ കൂടെ വന്നേ പറ്റൂ. നിനക്ക് എത്ര ശമ്പളം വേണമെങ്കിലും ഞാൻ കൂട്ടിത്തരാം എന്നൊക്കെ വൈജ പറയാണ്. ഇത് കേൾക്കുമ്പോ അലീനയ്ക്ക് അവിടെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇനി തനിക്ക് തന്റെ അമ്മയെ എന്നും കാണാലോ. ഇനി അമ്മയായിട്ട് എന്നെ പുറത്താക്കില്ല എന്നൊക്കെ ഓർക്കുമ്പോ അലീനയ്ക്ക് അവിടെ ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നാൽ ഇതൊക്കെ ഒളിഞ്ഞു കേട്ടുകൊണ്ട് രേവതിക്കുട്ടി പുറത്ത് നിൽപ്പുണ്ട്. രേവതിക്കുട്ടി എടുത്തേ വഴിക്ക് പറയും, പറ്റത്തില്ല. എന്റെ ചേച്ചി ഇനി ഞാൻ ആ നരകത്തിലേക്ക് അയക്കത്തില്ല. നിങ്ങൾ വന്നപ്പോഴേ എനിക്ക് തോന്നിയതാണ്. ഇതും പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളുടെ വരവെന്ന്. മാഡം സമയം കളയാതെ പോവാൻ നോക്ക്. എന്റെ ചേച്ചി ഞാൻ എങ്ങോട്ടും അയക്കുന്നില്ല എന്നൊക്കെ വൈജയുടെ മുഖത്ത് നോക്കി തന്നെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. ഇത് കേട്ടതും വൈജയുടെ മുഖം അവിടെ ഒന്ന് വാടും. ഒടുക്ക അലീന രേവതിക്കുട്ടിയെ നോക്കി കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കും. പ്ലീസ് മോളെ എന്നെ ഒന്ന് പോവാൻ അനുവദിക്ക് എന്ന രീതിക്ക് അലീന ഇങ്ങനെ രേവതിക്കുട്ടിയെ നോക്കിക്കൊണ്ട് കണ്ണോട് ഇങ്ങനെ കാണിക്കാകും. എന്ന രേവതിക്കുട്ടി ആവട്ടെ അലീനെ വിടില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് രേവതിക്കുട്ടി ഉള്ളത്. അങ്ങനെ അലീന പറയുന്നുണ്ട്, എനിക്ക് പോണം മോളെ, അവിടെ മുത്തശ്ശി തനിച്ചല്ലേ. മാഡം സാറും മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശിയെ നോക്കാൻ അവിടെ ആരും കാണില്ല. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. ഇനി മോൾ അതിലൊന്ന് എതിർത്ത് പറയരുത്. മോളൊന്ന് ഗ്രേസാമാൻഡി കൊണ്ട് സമ്മതിപ്പിക്കണം എന്നൊക്കെ അലീന അങ്ങനെ രേവതിക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. രേവതിക്കുട്ടി അവിടെ ഒരുപാട് എതിർക്കുന്നുണ്ടെങ്കിലും അലീനയ്ക്ക് പോകണമെന്ന് തന്നെയായിരിക്കും. അങ്ങനെ ഒടുക്കം അലീന വൈജയുടെ കൂടെ വീണ്ടും കടപ്പാട്ടൂരിലേക്ക് തന്നെ പോവാൻ തയ്യാറാവാണ്. ഇതറിഞ്ഞ വൈജയ്ക്ക് അവിടെ ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അലീന വീണ്ടും കടപ്പാട്ടൂരിൽ എത്തുമ്പോ എല്ലാവരും അവിടെ ഞെട്ടി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബാലചന്ദ്രൻ. അപ്പോ വൈജ പറയുന്നുണ്ട്, നിങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് നോക്കണ്ട. ഇവിടെ ഒരു വേലക്കാരിയായിട്ടാണ് വന്നത്. വേലക്കാരിയായിട്ട് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് വൈജ ആർക്കും അങ്ങനെ മുഖം കൊടുക്കാതെ അങ്ങോട്ട് കേറിപ്പോകും. എന്തായാലും അലീന തന്റെ മകളാണോ എന്നുള്ള ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രമാണ് വൈജ ഇപ്പോൾ അലീനയെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത്. എന്നാൽ അതിനിടയിലാണ് വൈജയുടെ മുൻ കാമുകനായിട്ടുള്ള സ്റ്റാൻലി ആ ഡോക്ടറുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. വീണ്ടും വൈജയുടെ ജീവിതത്തിൽ ഒരു കരിനിഴൽ പോലെ അയാൾ എത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.